കിളി മരിക്കാത്ത കൂട്. എഴുതിയത് പി. സുരേന്ദ്രൻ. ഏറെ വർഷങ്ങൾക്ക് ശേഷം ചോരൻകുന്നിലേക്കുള്ള വഴിയിൽ വെച്ച് രവിയെ കാണുമ്പോൾ ഞാൻ അവന്റെ ചുമലിലേക്ക് നോക്കിയത് അവിടെ തത്തയോ മൈനയോ ഇരിക്കുന്നുണ്ടോ എന്നറിയാനാണ്. അണ്ണാന്റെ ഗന്ധം അവന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ മണം പിടിച്ചു നോക്കി. ഇല്ല, ഒന്നുമില്ല. കാലത്തിന്റെ സർപ്പിളതയിൽ കുടുങ്ങിപ്പോയതിന്റെ മതിഭ്രമത്താലായിരിക്കണം ഞാൻ അങ്ങനെ നോക്കിയത്. നന്നേ ശോഷിച്ചിട്ടുണ്ടവൻ. കാലിലെ മുള കാരണം പ്രാഞ്ചി പ്രാഞ്ചിയാണ് അവന്റെ നടപ്പ്. മുടിയിൽ അകാല നര, വാക്കുകൾക്ക് ബീഡിപ്പുകയുടെ മണം, പൊഴിഞ്ഞുപോയ പല്ലുകളുടെ വിടവാണ് ചിരിയിലുള്ളത്. കിളികളെക്കുറിച്ചോ അണ്ണാനെക്കുറിച്ചോ രവി ഒന്നും സംസാരിച്ചില്ല. ആയുസ് മുഴുവൻ അവൻ പറവകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശ്വസിച്ച കുട്ടിക്കാലത്ത് നിന്ന് കുതിറിപ്പോരാനും കഴിയാത്തതാണെന്റെ പ്രശ്നം. അവൻ പ്രാരബ്ധങ്ങളുടെ കെട്ടഴിച്ചതും അതിൽ നിന്ന് പുറത്തു ചാടിയത് പെരുച്ചാഴികൾ. നിലനിൽപ്പിന്റെ അടിത്തറയിൽ മാളങ്ങൾ തുറക്കുന്നവ. പെരുച്ചാഴികളെ കൊല്ലാനുള്ള വഴികൾ അവൻ അറിയാഞ്ഞതെന്തേ? അറിയില്ലായിരിക്കും. കെണിയൊരുക്കി പിടിക്കാനും വളർത്താനും മാത്രമല്ലേ കുട്ടിക്കാലത്ത് അവൻ പഠിച്ചിട്ടുള്ളൂ. അല്പനേരം സംസാരിച്ചപ്പോൾ അവൻ എന്നോട് സിഗരറ്റ് ചോദിച്ചു. ആ ശീലം എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാ പോവാ, വെള്ളപ്പറങ്ങോടന്റെ കുടിയിൽ പോയി കൂർപ്പിച്ച് വരാം. കൂർപ്പിക്കുക എന്നത് ചാരായം കുടിക്കുന്നതിന്റെ ഏറനാടൻ പദമാണ്. വെള്ളപ്പറങ്ങോടൻ ഇപ്പോഴുമുണ്ടോ? എനിക്കറിയാം അയാളെ. ഒന്നാന്തരം തെങ്ങ് കയറ്റക്കാരനായിരുന്നു. വെളുത്ത ദേഹമായിരുന്നു പറങ്ങോടന്റെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് വന്നത്. കറുത്തൊരു പറങ്ങോടനും തെങ്ങ് കയറ്റക്കാരനായി ഉണ്ടായിരുന്നു. എന്നാൽ തെങ്ങ് കയറ്റം കൊണ്ടല്ല പറങ്ങോടൻ ശ്രദ്ധിക്കപ്പെട്ടത്, വേഷം കൊണ്ടാണ്. കാക്കി ട്രൗസർ ഇട്ടാണ് അയാൾ നടന്നിരുന്നത്, സായിപ്പിനെ പോലെ. ആ വേഷത്തിൽ മറ്റൊരാളെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. പറങ്ങോടൻ എന്ന റാക്ക് കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് അതിന്റെ കാരണം രവി പറഞ്ഞു. കാലിലെ തെങ്ങ് കയറ്റ തഴമ്പ് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ തെങ്ങ് കയറാൻ പറ്റാതായി. എനിക്ക് മദ്യപാനശീലവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ രവിയുടെ മുഖം കറുത്തു. അവന്റെ ഉത്സാഹം കെടുത്തണ്ടെന്ന് കരുതി 50 രൂപ കൊടുത്തു. അത് വാങ്ങി പ്രാഞ്ചി പ്രാഞ്ചി അവൻ കുന്നു കയറി. കുഞ്ഞുനാളിലെ എൻ്റെ ഓർമ്മകളുടെ രവി കിളികളുടെയും അണ്ണാന്മാരുടെയും കൂട്ടുകാരനായിരുന്നു. കാണാൻ ഭംഗിയുള്ള കുട്ടിയായിരുന്നു അവൻ. ചെത്തുകാരൻ അപ്പായീന്റെ മകൻ. നല്ല വെളുത്ത ദേഹം. മരം കയറിയും മുൾക്കാടിലൂടെ നടന്നും കോറി വരഞ്ഞതിന്റെ ചുവന്ന വടുക്കൾ എപ്പോഴും അവന്റെ ദേഹത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. വാഴം തത്തകളുടെയും പഞ്ചവർണ്ണക്കിളികളുടെയും പൊത്തുകൾ കണ്ടെത്താൻ നല്ല മിടുക്കായിരുന്നു രവിക്ക്. മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയാൽ അതിന്റെ അടയാളവും അവൻ കണ്ടെത്തും. കിളിക്കുഞ്ഞുങ്ങൾക്ക് തൂവല് മുളയ്ക്കാൻ എത്ര ദിവസമെടുക്കുമെന്നും അവയെ വളർത്താനായി പിടിക്കേണ്ടത് ഏത് സമയത്താണെന്നും അവൻ അറിയാമായിരുന്നു. അതേപ്പറ്റി അവൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കാതു കൂർപ്പിച്ചിരിക്കും. കിളിപ്പേരുകളും കിളിപ്പേച്ചുകളും അവന് മനപ്പാഠം. അത്രയേറെ പേരുകൾ അവൻ ഓർമ്മിച്ചെടുക്കുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ പെരുക്കൽ പട്ടിക കാണാപ്പാഠമാക്കാത്തതിന് എത്ര അടിയാണ് അവന് കിട്ടിയിരുന്നത്. അരണബുദ്ധി എന്ന് പറഞ്ഞ് കളിയാക്കും അനന്തൻ മാഷ്. പക്ഷികൾ പൊഴിച്ചിടുന്ന തൂവലെടുത്ത് ഏത് പശുയുടേതെന്ന് പറയുന്ന അവന് അക്കങ്ങളോട് വെറുപ്പായിരുന്നിരിക്കണം. അക്കങ്ങൾക്ക് മനോഹരമായ ചിറകുകൾ മുളച്ച് അവയ്ക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പെരുക്കൽ പട്ടിക അവന്റെ ഓർമ്മയിൽ കൂടുകൂട്ടുമായിരുന്നു. കിളിമുട്ടകളൊക്കെ വെളുപ്പാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന കാലത്താണ് നീല നിറമുള്ള മുട്ടകളെക്കുറിച്ച് രവി പറഞ്ഞത്. നൊണ നൊണ, ഞങ്ങൾ അവനെ കളിയാക്കി. സത്യാണ്, സമയാവുമ്പോ ഞാൻ കാണിച്ചു തരണ്ട്. ഒരു നാൾ ചോരൻകുന്നിലെ പുല്ലാനിപ്പൊന്തയിലേക്ക് അവൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഇലകളുടെ മറവിൽ നാരും മെത്തയിൽ നീലാകാശത്തിന്റെ കഷ്ണങ്ങൾ ചെറുഗോളങ്ങളായി. ഞങ്ങൾ കൈ നീട്ടിയതും അവൻ തടഞ്ഞു. പാവാണ്, നമ്മള് തൊട്ടാ പിന്നെ തള്ളക്കിളി ഇങ്ങോട്ട് വരൂല. ഏത് കിളിയൊച്ചയും രവിക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ കുട്ടിയും കോലും കളിക്കുന്നതിനിടയിലാവും അവൻ അവിടം വിട്ടു പോവുക. കിളിയൊച്ചയിലേക്കോ കിളിത്തൂവലിലേക്കോ ആകർഷിക്കപ്പെട്ടതുകൊണ്ടാവും അത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കാണിക്കാൻ എന്തെങ്കിലും അത്ഭുതം അവന്റെ കയ്യിലുണ്ടാവും. പോക്കറ്റിൽ അണ്ണാൻ കുഞ്ഞും ചുമലിൽ തത്തയുമായി അവൻ കളിക്കളത്തിലേക്ക് വരുമ്പോൾ അവയ്ക്ക് നേരെ കൈ നീട്ടിയാൽ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന പരിചയക്കേടുള്ള കുഞ്ഞിനെ പോലെയാണ് അവ പെരുമാറുക. മനോഹരമായി കൂടുകൾ നിർമ്മിക്കാൻ അവൻ അറിയാമായിരുന്നു. എന്നിട്ടും പക്ഷികൾക്കും അണ്ണാനും വേണ്ടി അവൻ കൂടുണ്ടാക്കിയില്ല. അവന്റെ ശരീരം തന്നെയായിരുന്നു കൂട്. രവിയോട് ഞാൻ കൂട്ടുകൂടുന്നത് അച്ചമ്മയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു. കളിക്കളത്തിൽ നിന്ന് ഓടിവന്ന് അടുക്കളയിലേക്ക് കയറിയാൽ അച്ചമ്മ പറയും, ഹൗ, അപ്പായിന്റെ ചെക്കൻ്റെ അണ്ണാൻചോറ്, മര്യാദയ്ക്ക് പോയി കുളിച്ചു വന്നോ നീ.
ഒരിക്കൽ മാത്രം ഒരു അണ്ണാൻ കുഞ്ഞിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രവി. ഞങ്ങളതിനെ രാവിലെ കണ്ടിരുന്നില്ല. അനന്തൻ മാഷ് കണക്കെടുക്കുമ്പോൾ പതിവ് പോലെ രവിയുടെ കൈവെള്ളയിൽ പൊള്ളിച്ചപ്പോഴാണ് ചിൽ ചിൽ എന്ന ശബ്ദത്തോടെ അണ്ണാൻ കുഞ്ഞ് അവന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തു വന്ന് അനന്തൻ മാഷിന്റെ കഷണിത്തലയിൽ എത്തിയത്. ക്ലാസ് ആകെ കൂട്ടച്ചിരിയിൽ കൗതുകം കൊണ്ടു. പിന്നെ രവിയുടെ തുടയിൽ വീണ ചൂരൽപ്പാടുകളിൽ ക്ലാസ്സിലെ ചിരി തേങ്ങലായി വറ്റിപ്പോയി. പ്രാഞ്ചി പ്രാഞ്ചി രവി കുന്നു കയറുന്നത് നോക്കി നിന്നപ്പോൾ ആ ചൂരൽപ്പാടുകളെക്കുറിച്ച് ഞാൻ ഓർത്തു. കയറ്റത്തിലൂടെ ഞാനും നടന്നു. അല്പം കിതപ്പുണ്ട്, അത് സാരമാക്കിയില്ല. കുന്ന് മൊട്ടയടിക്കപ്പെട്ടിരിക്കുന്നു. കാരപ്പുന്തകളും പുല്ലാനിക്കാടുകളുമില്ല. മണ്ണ് മാന്തിയെടുത്ത ആഴങ്ങളുടെ വക്കുകളിൽ ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ കൂറ്റൻ പാറകളുണ്ട്. അതിൽ പുരാതന വെളിച്ചം തളം കെട്ടി നിൽക്കുന്നു. വെളിച്ചത്തിന്റെ ഉറവിടമേതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയും കുന്നു കയറണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇറക്കത്തിലൂടെ സ്വയം ബസ്സായി സങ്കല്പിച്ച് ഓടി വരുന്ന കുട്ടി എന്റെ മുമ്പിൽ ബ്രേക്കിട്ട് നിന്നു. "ഇങ്ങള് കമ്പ്യൂട്ടർ മാഷാ?" ആ ചോദ്യത്തിൽ എനിക്ക് കൗതുകം തോന്നി. "അതേലോ, ഇങ്ങളെ പേരെന്താ?" ഞാൻ ചിരിച്ചു. "അപ്പായിന്നായാലോ?" "അതെന്റെ മുത്തച്ഛന്റെ പേരല്ലേ?" വീണ്ടും അവന്റെ ചോദ്യം. "ഇങ്ങക്ക് കമ്പ്യൂട്ടർ കൊണ്ട് തത്തക്കൂടുണ്ടാക്കാൻ അറിയോ?" ചിരി ഒതുക്കാൻ ഞാൻ പാടുപെട്ടു. ഗർവ്വന്നടിച്ച് ഞാൻ പറഞ്ഞു, "വെള്ളപ്പറങ്ങോടന്റെ വീട്ടിലേക്ക് പോയ ആളെ അറിയില്ലേ? അയാൾക്ക് നന്നായി തത്തക്കൂടുണ്ടാക്കാൻ അറിയാം. രവിമാമ ഉണ്ടാക്കണ കൂട്ടിലിട്ട തത്തേനെ പൂച്ച പിടിക്കും." ആ മറുപടി ഞാൻ പ്രതീക്ഷിച്ചതല്ല. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് പാവം തോന്നി. "ഇരുമ്പോണ്ടുള്ള തത്തക്കൂട് വാങ്ങാൻ കാശ് തരട്ടെ നിനക്ക്?" "വേണ്ട." ബസിന്റെ മുഴക്കമുണ്ടാക്കി ഇറക്കത്തിലൂടെ അതിവേഗത്തിൽ അവൻ ഓടി.